വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ എഗെയിൻ നമ്മളെന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്ന്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടി ഇന്ന് ഡിസ്കസ് ചെയ്യാം. Question number 1. The resistance of a circuit is found by measuring the current flowing through and power fed into the circuit. If the limiting error in the measurement of power and the current are plus or minus 1.5% and plus or minus 2.5% respectively, the limiting error in the measurement of resistance will be. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്കൊരു ഡൗട്ട് അടിക്കും, ഇതെന്താണ് ഇത്ര വലിയൊരു ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇതെന്താണ് നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നോക്കാം എന്താണ് തന്നിട്ടുള്ളത്. ഒരു സർക്യൂട്ട് റെസിസ്റ്റൻസ് അല്ലെ, റെസിസ്റ്റൻസ് ഓഫ് എ സർക്യൂട്ട് ഈസ് ഫൗണ്ട് ബൈ മെഷറിംഗ് ദ കറന്റ് ഫ്ലോയിങ് ത്രൂ ആൻഡ് പവർ ഫെഡ് ഇൻ ടു ദ സർക്യൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ അതിൻ്റെ ലിമിറ്റിംഗ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് പവർ ആൻഡ് കറന്റ് വന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് എന്താണ്, പവറും കറണ്ടിൻ്റെയും പെർസെൻറ്റേജ് വന്നിട്ട് അതായത് പ്ലസ് ഓർ മൈനസ് 1.5%, അതുപോലെ പ്ലസ് ഓർ മൈനസ് 2.5% തന്നിട്ടുണ്ട്. എന്നാൽ ദ ലിമിറ്റിംഗ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി, ലിമിറ്റിംഗ് എറർ കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ നോക്കാം. ഓപ്ഷൻ എ പ്ലസ് ഓർ മൈനസ് 6.5%, ഓപ്ഷൻ ബി പ്ലസ് ഓർ മൈനസ് 4%, ഓപ്ഷൻ സി പ്ലസ് ഓർ മൈനസ് 1%, ഓപ്ഷൻ ഡി പ്ലസ് ഓർ മൈനസ് 2%. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നമുക്ക് നോക്കണ്ടേ. അപ്പോൾ ഏത് മെത്തേഡിലാണ് നമ്മളത് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കറിയാം പവറിൻ്റെ ഇക്വേഷൻ എന്താണ്, പി ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ആണ് അല്ലേ. കാരണം ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്, കറണ്ടും റെസിസ്റ്റൻസും ആണ്. അപ്പോൾ ഇതിലെന്താണ് റെസിസ്റ്റൻസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക, പി ബൈ ഐ സ്ക്വയർ ഫോർമുല അറിയാലോ, പി ബൈ ഐ സ്ക്വയർ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതിൻ്റെ ഡിഫറൻഷിയേഷൻ എടുക്കുമ്പോൾ ആ ഫോർമുല എങ്ങനെയാണ് പറഞ്ഞത്, ഡെൽ ആർ ബൈ ആർ ഈക്വൽ ടു എന്താണ്, ഡെൽ പി ബൈ പി പ്ലസ് ഐ സ്ക്വയർ ആയതുകൊണ്ട് എന്താണ് 2 ഡെൽ ഐ ബൈ ഐ. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, നമ്മുടെ അടുത്ത് ഡെൽ പി അല്ലേ, ഡെൽ പി ബൈ പി എന്ന് പറയുന്നത് അതിൻ്റെ ഫോർമുല എന്താണ് 1.5 തന്നിട്ടുണ്ട്. അതുപോലെ ഡെൽ ഐ ബൈ ഐ എന്ന് പറയുന്നത് എന്താണ്, 2.5 എന്നും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ പോരെ. ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയാണ് വരേണ്ടത്, ഡെൽ ആർ ബൈ ആർ ഈക്വൽ ടു എന്താണ് 1.5 പ്ലസ് 2 ഇൻറ്റു എന്ത് വരും 2.5 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്താ ആൻസർ വരുന്നത്, 1.5 പ്ലസ് 5 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും നമുക്ക്, 6.5% എന്ന് കിട്ടും. ഇതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇതിൽ കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ എ ആണ്. അതായത് പ്ലസ് ഓർ മൈനസ് എത്രയാണ്, പ്ലസ് ഓർ മൈനസ് എന്താണ് 6.5. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ. അപ്പോൾ ആ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്, നമുക്ക് പവറിൻ്റെ ഇക്വേഷൻ എഴുതുക, അതിൻ്റെ തന്നെ റെസിസ്റ്റൻസ് വാല്യൂ, അതായത് ലിമിറ്റിംഗ് എറർ ഇൻ ദ മെഷർമെൻറ്റ് ഓഫ് റെസിസ്റ്റൻസ് വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. ലിമിറ്റിംഗ് എറർ കണ്ടുപിടിക്കാനാണ് നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. മനസ്സിലായോ. അപ്പോൾ ഏതാ കറക്റ്റ് ആൻസർ, പ്ലസ് ഓർ മൈനസ് 6.5% ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ. Question number 2. A voltmeter with a full scale range. ഒരു വോൾട്ട്മീറ്റർ ഉണ്ട് അല്ലേ, വോൾട്ട്മീറ്റർ വിത്ത് എ ഫുൾ സ്കെയിൽ റേഞ്ച് ഓഫ് 0 to 50 volt and has a stationary of 1 kilo ohm per volt is used to measure the potential across a resistive network as shown in the figure below. The percentage relative error in the measurement will be. എന്താണ് ഇതും നമ്മുടെ എന്താണ് മെഷർമെൻറ്റ് അല്ലേ, ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അതിലെന്താ തന്നിട്ടുള്ളത്, ഒരു വോൾട്ട് മീറ്ററിൻ്റെ ഫുൾ സ്കെയിൽ റീഡ് തന്നിട്ടുണ്ട്. എത്രയാണ്, 0 to 50 ആണ്. അതുകൂടാതെ എന്താണ് അതിൻ്റെ സെൻസിറ്റിവിറ്റി വാല്യൂ തന്നിട്ടുണ്ട്, എത്രയാണ് 1 കിലോ ഓം പെർ വോൾട്ട്. അത് നോക്കി വെക്കുക കേട്ടോ. എന്താണ് സെൻസിറ്റിവിറ്റിയും തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, വോൾട്ട് മീറ്റർ റീഡിങ്ങും തന്നിട്ടുണ്ട്. അപ്പോൾ വോൾട്ടേജ് അല്ലേ, വോൾട്ടേജ് നമ്മൾ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് വാല്യൂ ഏകദേശം എന്താണ് 1 കിലോ ഓം ആ റേഞ്ചിൽ. അപ്പോൾ സർക്യൂട്ട് നോക്കിയാൽ എത്രയാണ്, 150 വോൾട്ട് സപ്ലൈ കൊടുക്കുന്നുണ്ട്, 100 കിലോ ഓം ഉണ്ട്, അതുപോലെ 50 കിലോ ഓം ഉണ്ട്, പിന്നെ ഒരു വോൾട്ട് മീറ്റർ റീഡിങ്ങും കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഇൻഫിനിറ്റി ആ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ അവിടെ വോൾട്ടേജ് ഡിവിഷൻ റൂൾ വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. എന്നാൽ ഐഡിയൽ കേസ് എടുക്കുകയാണെങ്കിൽ, ഐഡിയൽ കേസ് നോക്കിക്കുക, ഐഡിയൽ കേസിൻ്റെ അകത്ത് വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിൽ ഐഡിയൽ കേസിൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക, ഐഡിയൽ കേസിൻ്റെ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് ചെയ്യുക, വോൾട്ട് മീറ്ററിൻ്റെ റീഡിങ്ങിൽ ഐഡിയൽ കേസ് എടുക്കുമ്പോൾ അത് ഐഡിയൽ കേസ്
ഇതാണ് ഞാൻ പറയുന്നത്. ഐഡിയൽ കേസ് എടുക്കുമ്പോൾ എങ്ങനെയാണ് V = എന്താണ് 150 നമ്മൾ കൊടുക്കുന്നത് 150 ഇൻറ്റു എങ്ങനെയാണ് 150 ഇൻറ്റു 50/100 പ്ലസ് 50 ചെയ്യുക. ഐഡിയൽ കേസിനാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 150 ഇൻറ്റു 50 ഡിവൈഡഡ് ബൈ 150 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 50 വോൾട്ട് എന്ന് കിട്ടും അല്ലേ? 50 വോൾട്ട് എന്ന് കിട്ടും. ഈ 50 വോൾട്ട് ഈ സർക്യൂട്ടിൻ്റെ എവിടെയാണ്? പാരലൽ ആയിട്ട് അല്ലേ? ഇത് ഈ ഒരു ഭാഗത്ത്, അതായത് ഈ 50 വോൾട്ട് എന്ന് പറയുമ്പോൾ ഇത് ഈ ഒരു ഭാഗത്ത് റെഡ് ലൈനിൽ മാർക്ക് ചെയ്യേണ്ട സർക്യൂട്ടിൽ അവിടെയാണ് നമ്മുടെ എന്ത് 50 വോൾട്ട് എന്ന് കേസ് വരുന്നത്. ഓക്കെ, ഐഡിയൽ കേസിനകത്ത് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്താണ് നമുക്ക് കണ്ടുപിടിക്കണം? പെർസെൻറ്റേജ് എറർ ആണ്. നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ ഇൻ എ മെഷർമെൻറ്റ് വിൽ ബി എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ ഇൻ എ മെഷർമെൻറ്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ ഉള്ള വോൾട്ടേജ് നോക്കിയേ. ആ വോൾട്ടേജിൻ്റെ റേഞ്ച് വാല്യൂ എത്രയാണ്? വോൾട്ടേജ് = 150 ഹാഫ് ആയിരിക്കില്ലേ? അതായത് 25/125 ആയിരിക്കും. അപ്പോൾ അവിടുത്തെ വോൾട്ടേജിൻ്റെ മെഷർമെൻറ്റ് വന്നിട്ട് എന്താണ്? 150 ഇൻറ്റു 1/5 എന്ന് വരും. അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 30 വോൾട്ടാണ് അവിടെ കിട്ടുന്നത്. എത്രയാണ്? 30 വോൾട്ടേജ് വന്നിട്ട് എത്രയാണ് വരുന്നത്? 30 വോൾട്ടാണ് കേട്ടോ വരുന്നത്. എത്രയാണ്? 30 വോൾട്ടാണ് വരുന്നത്. എന്നാൽ എറർ നമുക്ക് എന്താണ്? പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ കണ്ടുപിടിക്കണം. എന്താണ് പെർസെൻറ്റേജ് റിലേറ്റീവ് എറർ? അടുത്ത എന്താണ്? പെർസെൻറ്റേജ് എറർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പെർസെൻറ്റേജ് എറർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 50 - 30 ഡിവൈഡഡ് ബൈ 50 ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എന്താ വരുന്നത് ആൻസർ ഇങ്ങനെ ചെയ്യുമ്പോൾ? അതായത് 20, അതായത് എങ്ങനെയാണ് വരിക ആൻസർ? നമുക്ക് 20/15 ഇൻറ്റു 100 വരും അല്ലേ? അപ്പോൾ എന്താ കിട്ടുന്നത്? 20 ഇൻറ്റു 2 ഇത് ക്യാൻസൽ ആയി പോകും അല്ലേ? 5 അല്ലേ? 20 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ എത്രയാണ് നമുക്ക് കിട്ടുക? 40% എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ എത്രയാണ്? 40% എന്ന് കിട്ടും കറക്റ്റ് ആൻസർ. അതായത് ഓപ്ഷൻ എ എന്ന് എന്താ കൊടുത്തിരിക്കുന്നത്? 66.66% ആണ്. ഓപ്ഷൻ ബി 55.55% ആണ്. ഓപ്ഷൻ സി 33.33 ആണ്. ഓപ്ഷൻ ഡി 40%. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി 40% ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. Question number 3. A basic de-Arsenal movement has full-scale current of 1 milliamps and internal resistance of 100 ohm is used to convert a multi-range DC voltmeter with the range of 0 to 20 volt, 0 to 50 volt and 0 to 100 volt and 0 to 250 volt as shown in the below. താഴെ തന്നിട്ടുണ്ട് അല്ലേ? ഒരു de-Arsenal movement of full scale current തന്നിട്ടുണ്ട്. എത്രയാണ്? 1 milliamps ആണ്. internal resistance 100 ohm ആണ് തന്നിട്ടുണ്ട്. അതെന്താ? convert the multi-range DC voltmeter with value അല്ലേ? അതിൻ്റെ DC voltmeter റേഞ്ചുകൾ തന്നിട്ടുണ്ട്. അതായത് 0 to 20 volt, 0 to 50 volt, 0 to 100 volt, 0 to 250 volt ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ആ റെസിസ്റ്റൻസ് വാല്യൂ, അതായത് R1ഉം ഏതാണ്? നമ്മളടുത്ത് കണ്ടുപിടിക്കാനുള്ള ഈ രണ്ട് വാല്യൂസ് R1ഉം R2 ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ R1ഉം R2 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൽ കൂടെ കറണ്ട് അല്ലേ പാസ് ചെയ്യുന്ന എത്രയാണ്? 20 വോൾട്ട് അത് തന്നിട്ടുണ്ട് അല്ലേ? നമ്മളടുത്ത് 20 വോൾട്ട് ആണെങ്കിൽ അവിടെ എന്താണ്? 20 വോൾട്ട് എന്ന് പറയുമ്പോൾ 1 മില്ലി ആംസ് ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് R1ഉം കണ്ടുപിടിക്കണം, R2 കണ്ടുപിടിക്കണം. അപ്പോൾ എങ്ങനെയാണ് R1ഉം R2ഉം കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്താണ്? R1 കണ്ടുപിടിക്കണം അല്ലേ? R1 കണ്ടുപിടിക്കാൻ എങ്ങനെയാണ്? എന്താ ഫോർമുല നമ്മൾ R1 ചെയ്യേണ്ടത്? R1 ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടത്? അപ്പോൾ ഇവിടെ നമ്മൾ സീരീസ് മൾട്ടിപ്ലയർ എടുക്കുകയാണെങ്കിൽ സീരീസ് മൾട്ടിപ്ലയർ എടുക്കുമ്പോൾ എന്താണ്? RSC എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? RSC ബൈ എന്താണ്? V ഡിവൈഡഡ് ബൈ VM മൈനസ് 1 വെച്ചിട്ടുള്ള ഫോർമുലയാണ്. ഇവിടെ RM പറഞ്ഞാൽ എന്താണ്? RM പറഞ്ഞാൽ 100 ohm എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ VM എന്ന് പറഞ്ഞാൽ എന്താണ്? VM കണ്ടുപിടിക്കുകയാണെങ്കിൽ 1 milliamps അല്ലേ? 1 milliamps ആണ് നമുക്ക് വേണ്ടത്. 1 milliamps ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കിട്ടുന്നത്? 100 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 100 milliamps എന്ന് കിട്ടും. സോ VM എന്ന് പറയുന്നത് എന്താണ്? VM = 0.1 വോൾട്ട് ആണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കിട്ടുന്നത്. ഇതിന് നമുക്ക് എന്താണ്? R1 ആദ്യം കണ്ടുപിടിക്കണം. R1 കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്താണ്? R1 = എന്താണ്? നമ്മുടെ RSC 100 അല്ലേ? VM 100 × 20 0 to 20 വോൾട്ട് അല്ലേ നമുക്ക് തന്നിട്ടുള്ളത്? 20 ഡിവൈഡഡ് ബൈ
0.1 Vm മൈനസ് 1 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? R1 കിട്ടും. അതായത് R1ൻ്റെ വാല്യൂ എത്ര വരും? 100 × 199 എന്ന് വരും കേട്ടോ. 100 × 199 വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? 19900 ഓം എന്ന് കിട്ടില്ലേ? 199 അതായത് എങ്ങനെയാണ്? അതായത് അതെങ്ങനെയാണ് വരുന്നത്? 19.9 കിലോ ഓം എന്നാണ്. അത് 90.9 കിലോ ഓം ആണ് നമുക്ക് എന്ത് കിട്ടിയത്? R1 കിട്ടിയത്. R1 കിട്ടിയത് എങ്ങനെയാണ്? R1 കിട്ടിയത് 19.9 കിലോ ഓം. അപ്പോൾ അതിൽ ഓപ്ഷൻ ബിയും ഡിയും ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ. ഇനി അടുത്ത എന്താണ്? നമുക്ക് R2 കണ്ടുപിടിക്കണം. R2 കണ്ടുപിടിക്കാൻ അതിൻ്റെ റേഞ്ച് തന്നിട്ടുണ്ട് എത്രയാണ്? 0 to 50 വോൾട്ട് അല്ലേ? സെയിം ഇതേപോലത്തെ ഫോർമുല. R2 ഈക്വൽ ടു എന്താണ്? 50 ഡിവൈഡഡ് ബൈ അല്ലേ നമ്മുടെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 പ്ലസ് R1 പ്ലസ് 0.1 ഈക്വൽ ടു 1 മില്ലി ആംപ്സ് ആയതുകൊണ്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? R2 പ്ലസ് R1 പ്ലസ് 0.1 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു 15 എഴുതി കൂടെ അതിനെ എഴുതാം. അപ്പോൾ R2 ഇതിന് R2 കണ്ടുപിടിക്കാനാണ് കേട്ടോ. R2 പ്ലസ് നമ്മൾ R1 എത്രയാണ്? 19.9 കിലോ ഓം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 0.1 ഈക്വൽ ടു എത്രയാണ്? 50 ആണ് അല്ലേ? 0.1 ഈക്വൽ ടു 50 ആണ്. അപ്പോൾ എന്താ വരുന്നത്? ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക R2 പ്ലസ് 20 അല്ലേ? R2 പ്ലസ് എന്താ വരുന്നത്? R2 പ്ലസ് 20 ഈക്വൽ ടു 50 എന്ന് കിട്ടും. ഇത് നമുക്ക് R2 കണ്ടുപിടിച്ചൂടെ? R2 ഈക്വൽ ടു 50 മൈനസ് 20 ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 30 എന്ന് കിട്ടും. അപ്പോൾ 30 കിലോ ഓം എന്ന് കിട്ടും. 30 കിലോ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? R1 വന്നിട്ട് എന്തായിരിക്കും? R1 വന്നിട്ട് R1 ഈക്വൽ ടു എത്രയാണ്? 19.9 കിലോ ഓം ആണ്. എന്നാൽ R2 നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എത്രയാണ്? 30 കിലോ ഓം ആണ്. മനസ്സിലായോ എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്? കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇങ്ങനെയുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ലാസ്റ്റ് വെച്ച് ചെയ്യുക കേട്ടോ. കാരണം കുറച്ച് ടൈം എടുക്കുന്ന പ്രോബ്ലങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റായിട്ട് വരുന്ന ആൻസർ. Question number 4. Three-phase power measurement using 2 wattmeter method. The reading of the 2 wattmeters will be equal and opposite when phase angle is 90 degree lagging, 2 phase angle is 0 degree, 3 phase angle is 90 degree leading of this statement. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്? എന്താണ്? ഓപ്ഷൻ എ എന്താണ്? 1, 2 and 3 are correct. ഓപ്ഷൻ ബി ഓൺലി 2 is correct. ഓപ്ഷൻ സി 1 only correct. ഓപ്ഷൻ ഡി 1 and 3 are correct. അപ്പോൾ ഏതാണ്? അതായത് ഫേസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ലാഗിങ് ആണ്, അത് കറക്റ്റ് തന്നെയാണ്. അതുപോലെ ഫേസ് ആംഗിൾ ഈസ് 90 ഡിഗ്രി ലീഡിങ് ഓഫ് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്, അതും കറക്റ്റ് തന്നെയാണ്. അപ്പോൾ 1ഉം 3ഉം ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. Next question number 5. Consider the statement below. The compensating coil of a low power factor wattmeter compensate the effect of the power consumed by the pressure coil. Second one, the compensating coil of a low power factor wattmeter compensate the effect of power consumed by the current coil. Third one, the compensating coil of a low power factor wattmeter compensate the effect of the fraction of moving coil. തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ്? ഓപ്ഷൻ എ 1 and 3 are true but 2 is false. B 2 and 2 is true but 1 and 3 are false. Option C 1 is true but 2 and 3 are false. ഓപ്ഷൻ ഡി 1 and 2 are true but 3 is false. അപ്പോൾ ഏതാ കറക്റ്റ്? ഫസ്റ്റ് 1 ആണ് ട്രൂ, ബാക്കി രണ്ടും എന്താണ്? ഫാൾസ് ആണ്. അപ്പോൾ ഒരു കോമ്പൻസേറ്റിംഗ് കോയിലിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും കണക്റ്റഡ് സീരീസ് ഓപ്പോസിഷൻ ടു ദ പ്രഷർ കോയിൽ ആയിരിക്കും. എപ്പോഴും കോമ്പൻസേറ്റിംഗ് കോയിൽ എങ്ങനെയായിരിക്കും? ഈസ് കണക്റ്റഡ് സീരീസ്, അതുപോലെ ഓപ്പോസിഷൻ ടു ദ പ്രഷർ കോയിൽ ആയിരിക്കും. അതുകൂടാതെ എന്താണ്? അതിൻ്റെ നമ്പർ ഓഫ് ടേൺസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? കറണ്ട് കോയിലിന് ഈക്വൽ ആയിരിക്കണം. നമ്പർ ഓഫ് ടേൺസ് ഈസ് ഈക്വൽ ടു ദി കറണ്ട് കോയിൽ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ബാക്കി അതായത് കോമ്പൻസേറ്റിംഗ് കോയിൽ ഓഫ് എ ലോ പവർ ഫാക്ടർ വാട്ട്മീറ്റർ കോമ്പൻസേറ്റ് ദ എഫക്ട് ഓഫ് ദ പവർ കൺസ്യൂംഡ് ബൈ ദ പ്രഷർ കോയിൽ ആയിരിക്കും. Next, question number 6. A symmetrical sawtooth waveform
has an amplitude of plus or minus 100 volt is applied to full wave rectifier type AC voltmeter, the meter reading will be option A 17.71 volt, option B 57.73 volt, option C 63.66 volt, option D 55.50 volt. അപ്പോൾ എന്താണ് ഒരു സിമെട്രിക്കൽ സ്വാട്ട് ടൂത്ത് വേവ് ഫോം അല്ലേ? അപ്പോൾ നമ്മളൊന്ന് ഒരു കാര്യം അറിഞ്ഞിരിക്കുക, വേറെ ഇത് സോട്ട് ടൂത്ത് വേവ് ഫോം ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ വേറെ ഏത്, അതായത് സൈൻ വേവ് എടുത്താൽ മാത്രമാണ് നമുക്ക് എന്താണ് അക്യുറേറ്റ് വാല്യൂ കിട്ടുള്ളൂ എന്ന് അറിഞ്ഞിരിക്കുക. സൈൻ വേവിന് മാത്രം കേട്ടോ. ബാക്കി ഏത് വേവ് ഫോം എടുക്കുകയാണെങ്കിലും അതിൽ എന്തുണ്ടാവും, ഒരു ചെറിയ എറർ, വേറെ ഡിഫറൻസ് ഉണ്ടാവും എന്നുകൂടി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ ആവറേജ് വാല്യൂ ഓഫ് സോട്ട് ടൂത്ത് വേവ് ഫോം, അതായത് ആവറേജ് വാല്യൂ ഓഫ് സോട്ട് ടൂത്ത് വേവ് ഫോം എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് Vm/2 ആണ്. Vm/2 എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇവിടെ തന്നിട്ടുള്ളത്, പ്ലസ് ഓർ മൈനസ് 100 വോൾട്ട് അല്ലേ. Vm പറയുന്നത് 100/2 എന്ന് പറയുന്നത് എത്രയായിരിക്കും, 50 വോൾട്ട് ആയിരിക്കും. 50 വോൾട്ട് ആണ് ഇവിടുത്തെ ആവറേജ് വാല്യൂ ഓഫ് ഈ സോട്ട് ടൂത്ത് വേവ് ഫോം എന്ന് പറയുന്നത്. എത്രയാണ്, 50 വോൾട്ട് ആയിരിക്കും. ഇനി നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഈസ് അപ്ലൈ ടു എ ഫുൾ വേവ് റെക്ടിഫയർ ടൈപ്പ് AC വോൾട്ട്മീറ്റർ. അതിൻ്റെ റീഡിങ് അല്ലേ, സ്കെയിൽ എന്താണ്, സ്കെയിൽ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ സ്കെയിൽ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, നമ്മൾ അതിൻ്റെ സ്കെയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്, സ്കെയിൽ ഈക്വൽ ടു അല്ലേ, സ്കെയിൽ വാല്യൂ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്, 1.11 നമ്മുടെ സൈൻ വേവ് കൺസിഡർ ചെയ്യുക. അതുകൂടാതെ അതിൻ്റെ കൂടെ എന്താണ് ആവറേജ് വാല്യൂ കൂടി എടുക്കുക. ഓക്കെ, ആവറേജ് വാല്യൂ കൂടി എടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുക, 1.11 ഇൻറ്റു നമ്മളിപ്പോൾ ആവറേജ് വാല്യൂ കിട്ടിയത് എത്രയാണ്, നമുക്ക് 50 ആണ് അല്ലേ. ഇപ്പോൾ കണ്ടുപിടിച്ചില്ല നമ്മൾ 50. അപ്പോൾ എന്താണ് ആൻസർ വരുന്നത്, 1.11 ഇൻറ്റു 50 പറഞ്ഞാൽ 55.50 വോൾട്ട് എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഏതാണ് കറക്റ്റ് ആൻസർ, നമ്മുടെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, 55.50 വോൾട്ട്. മനസ്സിലാവുന്നുണ്ടോ, 55.50 വോൾട്ട് എന്ന് കിട്ടും. അതായത് ഒരു റെക്ടിഫയർ ടൈപ്പ് AC വോൾട്ടേജിൽ മീറ്റർ റീഡിങ്ങിൽ എന്താണ് നമ്മുടെ DC വാല്യൂ ആണ് ഈ റെക്ടിഫയർ ടൈപ്പിലൊക്കെ വരുന്നത് കേട്ടോ. അതുകൂടി ഓർത്ത് വയ്ക്കുക. അപ്പോൾ അങ്ങനെ നോക്കാം നമുക്ക്, കാരണം നമ്മൾ VAC നമുക്ക് DC വാല്യൂ കണ്ടുപിടിക്കാൻ, അപ്പോൾ വേറൊരു ഫോർമുല വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു പ്രോബ്ലം ചെയ്യാൻ പറ്റും. അതായത് VAC എന്ന് പറയുമ്പോൾ അത് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം. അതായത് VAC വേറൊരു മെത്തേഡാണ്. VAC ഈക്വൽ ടു എന്താണ്, 1.11 VDC ആണ്, വാല്യൂ ആണ്. സോ VDC ഈക്വൽ ടു എത്രയാണ്, നമുക്ക് 1.11 ഇൻറ്റു 50 ചെയ്യുക. ഇൻറ്റു 50 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, എന്ത് കിട്ടും, എന്ത് കിട്ടും നമ്മുടെ ആൻസറിൽ എന്താ വരിക, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ 55 വരും, 50 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, 55.50. ഇതിൽ VDC എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ. VDC കണ്ടുപിടിക്കാൻ, അതായത് VDC കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ടൈം ആണ്. എന്താണ്, ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടൈം ആണ്. ഫോഴ്സ് ഡിവൈഡഡ് ബൈ ടൈം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും. അതായത് എങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ 1/2 ഇൻറ്റു 100 ഇൻറ്റു T ഡിവൈഡഡ് ബൈ ടി ക്യാൻസലായി, ഇത് എത്രയാണ് 50. അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് VDC ഈക്വൽ ടു എത്രയാണ് 50 കണ്ടുപിടിക്കുക. ഇങ്ങനെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും കേട്ടോ, അറിഞ്ഞു വയ്ക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7. If a 0 to 2 amps moving ion ammeter has an internal resistance 100 mega ohm and an inductance of 0.1 millihenry, a shunt coil is used to extend its range 0 to 20 amps for an operating frequency. The time constant in millisecond and resistance in milli-ohm of a shunt coil respectively are option A 15.55, option B 11.11, option C 2.10, ഓപ്ഷൻ ഡി 2,11. അപ്പോൾ ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് നമുക്ക് ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ടൈം കോൺസ്റ്റന്റ് ഓഫ് മീറ്റർ ടോ ഈക്വൽ ടു എന്താണ്, L/R ആണ് ട്ടോ, L/R ആണ്. അപ്പോൾ L തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്കിതിനെ എങ്ങനെ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്നാ ടൗ SH ഈസ് ഈക്വൽ ടു LSH/RSH എന്ന് നമുക്ക് വെച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ടൗ എം ഈക്വൽ ടു എത്രയാണ്, ക്വസ്റ്റ്യനിൽ തന്നത് 1.1
മില്ലി ഹെൻറി 0.1 മില്ലി ഹെൻറി ഡിവൈഡഡ് ബൈ 150 മില്ലി ഓം ആണ് അല്ലേ. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന ആൻസർ 0.001 സെക്കൻഡ് ആണ്. അപ്പോൾ ഇവിടുത്തെ 1 മില്ലി സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? ടൗ SH ആണ്. ഇതാണ് നമുക്ക് കിട്ടുന്ന വാല്യൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? RSH കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ RSH കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RSH ആണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്, റെസിസ്റ്റൻസ് അല്ലേ. RSH എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? RM ഡിവൈഡഡ് ബൈ M മൈനസ് 1. ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വാല്യൂ കണ്ടുപിടിക്കണം. ഇതിൽ M കണ്ടുപിടിക്കേണ്ടത് M അറിയില്ലല്ലോ, നമുക്ക് M കണ്ടുപിടിക്കണം. M ഈക്വൽ ടു എന്താണ്? നമുക്ക് 20/2 കിട്ടിയ എത്രയാണ്? 10 ആണ് നമ്മുടെ വാല്യൂ. ഓക്കെ, എത്രയാണ്? 10 ആണ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് RSHലേക്ക് പോവാം. RSH എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സോ RSH ഈക്വൽ ടു എന്താ വരേണ്ടത്? RSH ഈക്വൽ ടു എത്രയാണ്? 100 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 മൈനസ് 1 എത്രയാണ്? 9. 10 മൈനസ് 1 ഈക്വൽ ടു 9. അതായത് 100 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 9 വരും അല്ലേ. അപ്പോൾ എന്ത് വരും? നമുക്ക് 100/9 കിട്ടില്ലേ? എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 9 കിട്ടും. 100 ഡിവൈഡഡ് ബൈ 9 എന്ന് പറയുമ്പോൾ ഏകദേശം എത്രയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഏകദേശം വരുന്ന ആൻസർ 11.11 വരും. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി. മനസ്സിലായോ? 100 ഡിവൈഡഡ് ബൈ 9 ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും എത്രയാണ് ഏകദേശം വരുന്നത്. നമുക്ക് 11.11 ആ ഒരു റേഞ്ച് വരും. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ റേഞ്ച് എക്സ്റ്റൻഷൻ അല്ലേ നമ്മൾ അടുത്ത് ചോദിച്ചത്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, question number 8. The current through the moving ion instrument has increased by 30%. What is the percentage increasing in the deflection torque? Option A 30, option B 50, option C 69, option D 60. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതായത് ഇവിടുത്തെ എന്താണ് നമ്മുടെ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? അതായത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും? എപ്പോഴും നമ്മുടെ I² പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിൻ്റെ ഡാഷ് ഈസ് പ്രൊപ്പോർഷൻ ടു എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യനിൽ? 1.3 അല്ലേ. പെർസെൻറ്റേജ് പറയുമ്പോൾ 1.3 ഇൻറ്റു I². ആ ഒരു ഇതിലേക്കായിരിക്കും വരുന്നത്. ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ എന്ത് വരും? T ഡാഷ് ഈസ് പ്രൊപ്പോർഷൻ ടു എന്തിലായിരിക്കും? 1.69 I² ആയിരിക്കും. അപ്പോൾ എത്രയാണ് വരുന്നത് ഇവിടെ? 69% എന്ന് വരും. ഇങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? 69% എന്ന് വരും. ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. Question number 9. A single phase energy meter is measuring the energy consumption of a unity power factor constant load of 2 hours. If the meter disk makes 2300 revolutions for a 230 volt 20 amp load current, what will be the meter constant? Meter constant ആണ്. ഇതൊക്കെ പ്രോബ്ലമാറ്റിക് ആണ് കേട്ടോ. നോക്കുക, മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ എങ്ങനെയൊക്കെയാണ് പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് അല്ലേ. വളരെ ഡിഫിക്കൽട്ട് ആണ്, എല്ലാം നോക്കി പോകണം. ഓപ്ഷൻ എ 1000, ഓപ്ഷൻ ബി 250, ഓപ്ഷൻ സി 125, ഓപ്ഷൻ ഡി 500. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് മീറ്റർ കോൺസ്റ്റൻറ്റ് അല്ലേ. ഇതിനകത്ത് എന്താ പറയുന്നത്? നമ്മുടെ മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്, മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? റെവല്യൂഷൻ പെർ യൂണിറ്റ് ആണ്. എന്താണ്? റെവല്യൂഷൻ പെർ യൂണിറ്റ് ആണ് ഇവിടെ എന്ത്? മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടുണ്ട്? വോൾട്ടേജ് തന്നിട്ടുണ്ട്. വോൾട്ടേജ് എത്രയാണ്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള വോൾട്ടേജ് എത്രയാണ് നോക്കേ? 230 വോൾട്ട് ആണ് അല്ലേ. കറണ്ട് എത്രയാണ്? കറണ്ട് എത്രയാണ്? 20 ആംപ്സ് ആണ് കറണ്ട് തന്നിട്ടുണ്ട്. നോക്കി വെക്കുക കേട്ടോ. അതുപോലെ എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ എന്താണ് നോക്കാൻ പോകുന്നത്? എനർജി കണ്ടുപിടിക്കാൻ. എനർജി ഈക്വൽ ടു എങ്ങനെയാണ്? 230 വോൾട്ട് അല്ലേ. അതായത് V ഇൻറ്റു I പറഞ്ഞാൽ എത്രയാണ്? 20 ഇൻറ്റു 2 ആണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. 2 ചെയ്യുക. അപ്പോൾ നമുക്ക് എനർജി കണ്ടുപിടിച്ചൂടെ? എനർജി വരുമ്പോൾ എങ്ങനെയാണ്? 230 ഇൻറ്റു 20 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എന്താണ് പറഞ്ഞാൽ 1000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര ജൂൾസ് കിട്ടും? എനർജി 2300 ജൂൾന്ന് കിട്ടും അല്ലേ. ഇനി അടുത്ത എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണ്? അതായത് 1000 ഡിവൈഡഡ് ബൈ 4 ചെയ്യുമ്പോൾ എങ്ങനെയാണ്? 500 ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് 250 എന്ന് കിട്ടും. അതാണ് നമ്മുടെ എന്താ ചോദിച്ചാൽ മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ മീറ്റർ കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെവല്യൂഷൻ പെർ യൂണിറ്റ് ആണ്. ഇത് നമ്മൾ എനർജി കണ്ടുപിടിച്ചു. എനർജി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 250 എന്ന് കിട്ടും. കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഓക്കെ, question number 10.
2 in 550 Hz sinusoidal waveform of peak to peak value 2 volt is fed into the channel 1 and channel 2 respectively for an oscilloscope. If the voltage scale, time scale and other settings are exactly the same for both the channel, what would be observed? Lagrange's pattern in the oscilloscope is operated in XY model. അതായത് CRO related ആയിട്ടൊരു പ്രോബ്ലം ആണിത്. ഓപ്ഷൻ എ സർക്കിൾ ഓഫ് യൂണിറ്റ് റേഡിയസ്, ഓപ്ഷൻ ബി an ellipse, ഓപ്ഷൻ സി a circle of 2 unit radius, ഓപ്ഷൻ ഡി a straight line inclined at 45 degree with respect to the x-axis. എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. അതായത് a straight line inclined at 45 degree with respect to the x-axis ആണ് കറക്റ്റ് ആൻസർ. ഇതിലെന്താണ് ഫ്രീക്വൻസി സെയിം തന്നിട്ടുണ്ട്, അതുപോലെ ഫേസ് സീക്വൻസും സെയിം ആയിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ നോക്കിയത് മുഴുവൻ എന്താണ്? മെഷർമെൻറ്റ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ തന്നിട്ടുള്ളതെല്ലാം അല്ലേ. അപ്പോൾ എന്താണ്, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക? കുറച്ച് ഡിഫിക്കൽട്ടാണ്, കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ് ഓരോ പ്രോബ്ലംസും. അപ്പോൾ വർക്കൗട്ട് ചെയ്തിട്ട് തന്നെ നോക്കി പോവാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.